കുട്ടികൾ ക്ലേ വെച്ച് പല നിറത്തിലുള്ള പലതരം രൂപങ്ങളുണ്ടാക്കി കളിക്കുന്നത് നമ്മൾ കാണാറില്ലേ? ആദ്യകാലങ്ങളിൽ ഇതൊരു കളിപ്പാട്ടമായിരുന്നില്ല. ലോകപ്രശസ്തമായ പ്ലേഡോ എന്ന ബ്രാൻഡിന് ബിസിനസ് ലോകത്തെ ഏറ്റവും വലിയൊരു അതിജീവനത്തിൻ്റെ കഥയാണ് പറയാനുള്ളത്. 1930കളിൽ അമേരിക്കയിലെ വീടുകളിൽ ചൂട് കിട്ടാൻ കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. കൽക്കരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കരിയും പുകയും വീടിൻ്റെ ഭിത്തിയിലെ വാൾപേപ്പറിൽ ഒട്ടിപ്പിടിച്ച് വീടിൻ്റെ ഭംഗി തന്നെ ഇല്ലാതാവുമായിരുന്നു. ഈ കരി തുടച്ചു മാറ്റാൻ വേണ്ടി കൂട്ടോൾ പ്രൊഡക്ട്സ് എന്ന കമ്പനി പശ പോലുള്ള ഒരു സാധനം നിർമ്മിച്ചു. വർഷങ്ങളോളം ഇത് വൻ ഹിറ്റായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ കൽക്കരിക്ക് പകരം ഗ്യാസ് വന്നു. കഴുകി വൃത്തിയാക്കാവുന്ന വാൾപേപ്പറുകളും വന്നു. ഇതോടെ ചൂര് തുടയ്ക്കാൻ ആർക്കും ഈ പശ വേണ്ടാതായി. കമ്പനി പൂട്ടേണ്ട അവസ്ഥയിലുമായി. ഈ ഒരു വലിയ പ്രതിസന്ധിക്കിടയിലാണ് കമ്പനി ഉടമയായ ജോ മക്കിക്കറുടെ സഹോദര ഭാര്യ ഒരു കാര്യം ശ്രദ്ധിച്ചത്. നഴ്സറി ടീച്ചറായിരുന്ന അവർ മതിൽ തുടയ്ക്കാൻ വെച്ചിരുന്ന ഈ പശ ഉപയോഗിച്ച് കുട്ടികൾ പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കി കളിക്കുന്നത് കണ്ടു. സാധാരണ കളിമണ്ണ് പോലെ പരിക്കനല്ലായിരുന്നു അത്. ഈ ഒരു തിരിച്ചറിവാണ് പ്ലേഡോയുടെ തലവിധി മാറ്റിയത്. ഒരു ഉൽപ്പന്നം ഉദ്ദേശിച്ച രീതിയിൽ വിജയിക്കില്ലെന്ന് കാണുമ്പോൾ അതിനെ പൂർണ്ണമായും പുതിയൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്ന മാർക്കറ്റിംഗ് ബുദ്ധി ഉപയോഗിച്ച് അവർ ആ പശയിലെ ഡിറ്റർജൻറ്റ് ഒഴിവാക്കി പകരം പല നിറങ്ങളും നല്ല മണവും ചേർത്തു. വാൾപേപ്പർ ക്ലീനർ എന്ന പേര് മാറ്റി പ്ലേഡോ എന്ന പേരിട്ട് ഒരു കളിപ്പാട്ടമായി റീബ്രാൻഡ് ചെയ്തു. പിന്നീട് നടന്നത് കളിപ്പാട്ട ലോകത്തെ ഒരു ചരിത്രം തന്നെയായിരുന്നു.